ആദ്യമേ തന്നെ എന്നെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ മണിക്കടവ് എന്ന സ്ഥലത്താണ്. ഞാനൊരു നേഴ്സാണ്, രജിസ്റ്റേർഡ് നേഴ്സാണ്. എല്ലാവരെയും പോലെ തന്നെ എനിക്കും വലിയ സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് സൗദിയിലാണ്. അവിടുന്ന് റിസൈൻ ചെയ്ത് ഫാമിലിയോടൊപ്പമൊക്കെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നാട്ടിൽ വന്നു. അങ്ങനെ OET എക്സാം എഴുതാമെന്ന് തീരുമാനിച്ചു. എനിക്ക് പരിശുദ്ധ മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. മാതാവിനെക്കുറിച്ച്, കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. 1-2 പ്രാവശ്യം എക്സാം എഴുതുമ്പം ജയിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ OET എക്സാം എഴുതി. ഒരു 4 വട്ടം എഴുതി, എനിക്ക് കിട്ടിയില്ല. ഒരു മോഡ്യൂളിന് എപ്പോഴും പോവാണ്, റീഡിങ് കിട്ടുന്നതേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ച് ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് വീണ്ടും ഒന്നും കൂടെ എക്സാം എഴുതി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അങ്ങനെ അയർലൻഡ് സ്കോർ കിട്ടിയപ്പോൾ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ന്യൂസിലൻഡിലാണുള്ളത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നീ ഒന്നും കൂടെ എഴുത്, റീഡിങ് പോയ മോഡ്യൂൾ എഴുത്, ന്യൂസിലാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു ഡേറ്റും കൂടെ എടുത്തു. റീഡിങ്ങിന് മാത്രം ഡേറ്റ് എടുത്തു. പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞാനൊന്നും കൂടെ പോയി എക്സാം എഴുതി. നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലമൊക്കെ നെറ്റി പുരട്ടി ഞാൻ എക്സാം എഴുതി. എനിക്ക് ആദ്യം ഒന്നും എഴുതിയ റീഡിങ്ങിന് എനിക്ക് ഒരിക്കലും 320, 330 കൂടുതൽ എനിക്കൊരു 350 എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ പ്രാവശ്യം എനിക്ക് 350 സ്കോർ കിട്ടി. അങ്ങനെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതും കുറേ ഡിലേ ആയി. ഒരു 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ന്യൂസിലാൻഡിന് പോകാൻ സാധിച്ചു. വിസയൊക്കെ കിട്ടി ന്യൂസിലാൻഡിന് പോവുകയാണ്. അപ്പം സിസ്റ്റർ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവിടെ സെറ്റിലാവാം എന്നുള്ള ആഗ്രഹത്തോടെ ന്യൂസിലാൻഡിന് പോയി. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഒരു ജോലി കിട്ടാതിരിക്കുമെന്നൊന്നും. എന്നിട്ട് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടി, അപ്ലൈ ചെയ്തു. എല്ലാം റിജക്ഷനാണ്. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ ഓസ്ട്രേലിയക്ക് പോകണമെന്നോ ഒന്നും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരാഗ്രഹം തോന്നിയിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ റിജക്ഷൻ വന്നപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു, എന്നാൽ എത്ര ആയില്ലേ, ഓസ്ട്രേലിയക്കൊക്കെ അപ്ലൈ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഓസ്ട്രേലിയക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആപ്ലിക്കേഷനൊന്നും സബ്മിറ്റ് ചെയ്യാതെ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ലിങ്ക് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ലിങ്ക് വന്നപ്പോഴത്തേനും പേടിയായി. ദൈവമേ, അവരുടെ ആക്സെൻറ്റ്, പ്രൊനൗൺസിയേഷനൊക്കെ മനസ്സിലാവുമോ, എങ്ങനെയായിരിക്കും, പേടിച്ച് ലാപ്ടോപ്പൊക്കെ ഓണാക്കി ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് കൈ പിടിച്ചു. നെറ്റിയിൽ തൈലം പുരട്ടി, ചെവിയിൽ തൈലം പുരട്ടി ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതേ 2 ബ്ലൂ സ്ക്രബ് സ്യൂട്ടൊക്കെ ഇട്ട നല്ല അവിടുത്തെ മാനേജേഴ്സ് ആയിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് എടുത്തത്. ആദ്യം പ്രൊഫഷൻ ബേസ്ഡ് ആയ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. എനിക്ക് ആൻസറൊക്കെ പറയാൻ പറ്റി. പിന്നെ അവർ കുറേ നേരം കാഷ്വലായിട്ട് സംസാരിച്ചു, ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു. അത് അപ്പുറത്തെ മുറിയിൽ നിന്ന് എൻ്റെ സിസ്റ്റർ കേട്ടിനോട് ചോദിച്ചു, ഇത് ഇൻ്റർവ്യൂ ആയിരുന്നോ അതോ നിങ്ങൾ സംസാരിക്കുമായിരുന്നോ എന്ന്. എനിക്ക് നല്ല കോൺഫിഡൻറ്റ് കിട്ടി അവരുടെ ഇതിൽ നിന്ന്. പരിശുദ്ധ അമ്മ, അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്നെ മാതാവാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയതെന്ന്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള ഓഫർ ലെറ്ററൊക്കെ അയച്ചേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജനുവരിയിൽ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ന്യൂസിലാൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി ഞാനിങ്ങനെ ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് മാത്രം ഓഫർ ലെറ്റർ വരുന്നില്ല, അവിടെയും തടസ്സം. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായില്ല. ആദ്യം ഉടമ്പടി എടുത്തത് നവംബർ 2023 ഉടമ്പടി 3 മാസം ഞാൻ നന്നായിട്ട് തന്നെ പാലിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നില്ല. അന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നൊരു തോന്നൽ, ദൈവം ഇനി ഞാൻ ഉടമ്പടി പുതുക്കാത്തതുകൊണ്ടാണോ എനിക്ക് ഓഫർ ലെറ്റർ വരാത്തതെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അടുത്ത ദിവസം തന്നെ പോയി ഉടമ്പടി പുതുക്കിയേക്കാമെന്ന് വിചാരിച്ച് ഫെബ്രുവരി മാസം 17-ാം തീയതി വരെ വന്നു. അങ്ങനെ വിളിച്ച് വണ്ടി ബുക്ക് ചെയ്തപ്പോൾ അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പിന്നെ ഞാൻ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി എൻ്റെ ജീവിതത്തിലേക്ക് നടന്നു. അങ്ങനെ അവരെനിക്ക് ശരിക്കും ടെമ്പററി വിസ എങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് അവരെനിക്ക് PR-നുള്ള വിസ സ്പോൺസർഷിപ്പ് തന്നു. അങ്ങനെ വിസ സബ്മിറ്റ് ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ മാസം വിസ കിട്ടു. വിസയുടെ ഒക്കെ കുറച്ച് ഡിലേ ആയി. ഇപ്പം ഈ ജനുവരി
12-ാം തീയതി എൻ്റെ ഫാമിലിക്ക്, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞിനുമുള്ള വിസ ഗ്രാൻഡായി. ഈ മെയ് 11-ാം തീയതി എനിക്ക് ജോയിൻ ഡേറ്റ് തന്നിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തത് മൂലം ഒരുപാട് ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ, നേരത്തെയൊക്കെ ബൈബിൾ വായിക്കാൻ കുറച്ച് നേരം എടുത്ത് വായിക്കുമ്പോഴത്തേനും ഉറക്കം വരും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു നേഴ്സായ നിലയ്ക്ക് നമുക്ക് ഒരുപാട് പേരോട് കാരുണ്യത്തോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടിയൊക്കെ പെരുമാറാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ ജപമാല ചെല്ലുവാനും, എപ്പോഴും എൻ്റെ വായിൽ നന്മ നിറഞ്ഞ മറിയമേ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചുമ്മാ നടക്കുന്ന സമയത്തൊക്കെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി എത്രയും ദൈവം മാതാവെയൊക്കെ ചൊല്ലി നടക്കാനുള്ളൊരു കൃപ എനിക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി ലഭിക്കുകയുണ്ടായി. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഇവിടുത്തെ പത്രം മേടിച്ച് പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കുമായിരുന്നു. പിന്നെ ആദ്യം എനിക്ക് തോന്നി, പള്ളിയിൽ കൊടുക്കുന്ന അത്രേ നമ്മൾ പള്ളിയിൽ എല്ലാവരും വരുന്നവർ എല്ലാവരും തന്നെ കൊടുക്കുന്നതല്ലേ, അതിലും നല്ലത് ചിലപ്പം അല്ലാത്ത ബസ് സ്റ്റോപ്പിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടെയൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അനാഥ മന്ദിരത്തിൽ പോയി അവരോട് സംസാരിക്കുകയും അവർക്ക് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു. ഉടമ്പടി എടുത്തില്ലേ ഞാൻ അങ്ങനെയൊന്നും പോവുകയോ അവിടെ ചെയ്തു കൊടുക്കുകയൊന്നും ചെയ്യത്തില്ല, എനിക്കത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാനും അങ്ങനെയൊക്കെ അതെല്ലാം ചെയ്തു കൊടുക്കാനൊക്കെ സാധിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ പോവുകയാണ്. ഞാൻ തന്നെയാണ് പോകുന്നത്. ഇപ്പം ഫാമിലീനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അവിടെ അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് അടുത്ത മാസം ആദ്യം ഞാൻ തന്നെ പോയി അവിടെ ചെന്നിട്ട് ഫാമിലീനെയും കൂടെ ഒരു 3 മാസത്തിൽ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഇതുവരെ നന്ദി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. പ്രഭാഷകൻ 11:22 കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. സൗമ്യ ചാക്കോ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ വിദേശ രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അനുഗ്രഹം ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകളതിൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോഴുള്ള പ്രതിസന്ധികൾ, അവിടെ പുറത്ത് ബന്ധുക്കളുള്ളത് കൊണ്ടുള്ള പ്രതീക്ഷകൾ, എന്നാൽ അത് നഷ്ടമാകുമ്പോഴും പരിശുദ്ധമ്മ പുതിയ വഴികൾ തുറന്നു കൊടുത്തുകൊണ്ട് സുരക്ഷിതമായി വിദേശത്തെത്തിച്ചേരും വിധം മകൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ഉടമ്പടി ജീവിതത്തോട് പുലർത്തിയ വിശ്വസ്തതയിൽ മകൾക്ക് അനുവദിച്ച് നൽകിയതിൻ്റെ സന്തോഷം, ഇതെല്ലാമാണ് വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി നമ്മൾ തമ്പുരാനുമായി പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തെ അല്പം കൂടി ഒന്ന് ദൈവസന്നിധിയിൽ പരിശോധിക്കുക, അതിൻ്റെ കറകളെ കുറവുകളെ തിരുത്തുവാൻ തയ്യാറാവുക, ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉടമസ്ഥാവകാശം ഉള്ള വിധം നാം ദൈവസന്നിധിയിൽ സുതാര്യതയുള്ളവരും നിഷ്കളങ്കതയുള്ളവരും ദൈവസ്നേഹത്താൽ നിറഞ്ഞവരുമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്നവരാകുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാവുക. ഇതാണ് ഉടമ്പടിയിലൂടെ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. നമുക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മാവിനെ രൂപപ്പെടുത്തി ഒരുക്കുക എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ അടിസ്ഥാന ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആവശ്യങ്ങളായിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കാനായിലെ വിവാഹ വിരുന്നിൽ ആ ഇല്ലായ്മകളെ മാറ്റിക്കൊടുത്ത പരിശുദ്ധമ്മയുടെ അതേ മാധ്യസ്ഥ ശക്തി നമ്മുടെ ജീവിതത്തിലും ലഭിക്കുകയും ഈശോയുടെ അനുഗ്രഹം ക്ഷണനേരം കൊണ്ട് നമുക്ക് കിട്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ മാതാവ് ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ ദുഃഖ ദുരന്തങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അതിന്മേൽ ആശീർവാദം ഈശോയിൽ നിന്ന് നേടിത്തരുമെന്ന സന്ദേശം
അമ്മ കൈമാറുമ്പോൾ നമുക്ക് സമയച്ചുരുക്കത്തിൽ അമ്മ അനുവദിച്ചു തരുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അടിസ്ഥാനം അമ്മ ഈ ആലയത്തിൽ ജോസഫച്ചന് പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ജീവിതം സമയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമയത്തിൽ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നടക്കുന്നത് കൊണ്ട് ആ കാര്യത്തിന് വലിയ പ്രസക്തിയില്ലാതാവും. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയമാവട്ടെ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നതിന്, അനുഗ്രഹിക്കപ്പെടുന്നതിന് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ നിനക്ക് വേണ്ടി ഒരു അഭിഷേകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ അഭിഷേകത്തിലേക്ക് നിൻ്റെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹം നിസ്സാരമായി സംപ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച മേൽഗതിക്കും വിദേശ ജീവിതയാത്രയ്ക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.